ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പവർ സിസ്റ്റം സബ്ജക്റ്റിലെ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ അടുത്തതായി മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ്, സ്ട്രിങ് എഫിഷ്യൻസി ആൻഡ് കൊറോണയാണ്. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് കൂടെ നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഈ ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫെറാൻഡി എഫക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് പെർ ഡെഫിനിഷൻ, ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്നത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് വി ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് വി എസ്. അണ്ടർ ലൈറ്റ് ലോഡ് അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷൻസിൽ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് വി ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് വി എസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, അത് ഒക്കർ ചെയ്യുന്നത് ലോങ് ലൈൻസിന്റെ കേസിലാണ്, അതായത് ഗ്രേറ്റർ ദാൻ 150 കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ലോഡോ അല്ലെങ്കിൽ നോ ലോഡോ ആണ്, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണ് വരുന്നത്. ലൈറ്റ് ലോഡോ അല്ലെങ്കിൽ നോ ലോഡോ കണ്ടീഷനിലാണ് വരുന്നത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് വരിക. അതിന് കാരണം എന്ന് പറയുന്നത് ചാർജിങ് കറന്റ് ഡ്യൂ ടു ലൈൻ കപ്പാസിറ്റൻസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ട്രാൻസ്മിഷൻ ലൈന് പോകുമ്പോൾ ഈ ലൈൻസിന്റെ ഇടയ്ക്ക് ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ലൈനിന്റെയും ഗ്രൗണ്ടിന്റെ ഇടയ്ക്ക് കപ്പാസിറ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കപ്പാസിറ്റൻസ് കാരണം ലോഡ് ഇല്ലാത്ത കണ്ടീഷനിലും ചാർജിങ് കറന്റ് അതിൽ കൂടെ ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വരുന്നത്. കപ്പാസിറ്റീവ് നേച്ചർ അനുസരിച്ച് ഇവിടുത്തെ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലീഡ് ചെയ്യും. അപ്പൊ നമുക്ക് വരുന്ന ഫേസർ ഡയഗ്രത്തിലെ റിസൾട്ടന്റ് എടുക്കുമ്പോൾ വരുന്ന റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ വി എസ്. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഷണ്ട് റിയാക്ടേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റേഴ്സ് SVCs യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈൻ ഡിസൈൻ ചെയ്യുന്നത് സ്പേസിങ്ങും ബണ്ടിലിംഗ് ഓഫ് കണ്ടക്ടേഴ്സും ഒക്കെ ഫെറാൻഡി എഫക്റ്റിന് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സിൽ പെടും. ഓക്കെ, ഫെറാൻഡി എഫക്റ്റ് അതുപോലെ ലൈൻ ലെങ്ത്തിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ലോങ് ലൈൻസിൽ ലൈറ്റ് അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിൽ സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൺട്രോൾ മെത്തേഡ്സിന്റെ നെയിംസ് ഓർത്ത് വെക്കുക: ഷണ്ട് റിയാക്ടർ, സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ ആൻഡ് ലൈൻ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഫെറാൻഡി എഫക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലൈൻ ലെങ്ത് സ്ക്വയർ. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്കിൻ എഫക്റ്റ് ആണ്. എന്താണ് സ്കിൻ എഫക്റ്റ് എന്ന് നോക്കാം. അതായത് ഒരു കണ്ടക്ടർ എടുത്തു കഴിയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, AC കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ സർഫസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സെന്ററിൽ കൂടെ കറണ്ട് പോകുന്നതിന് പകരം സർഫസിന് നിയർ ആയിട്ടാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് AC കറന്റ് കോൺസെൻട്രേറ്റ്സ് നിയർ കണ്ടക്ടർ സർഫസ്. കണ്ടക്ടറിന്റെ സർഫസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് AC കറന്റ്. അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, റെസിസ്റ്റൻസിന്റെ ഫോർമുല അനുസരിച്ച് ρL/A ആണ്. ഏരിയ കുറയാണ് ചെയ്യുന്നത് അല്ലെ, അതായത് കറണ്ട് പാസ് ചെയ്യുന്ന ഏരിയ കുറയുന്നു, വിച്ച് മീൻസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, പവർ ലോസും ഇൻക്രീസ് ചെയ്യും. ഇതിനുള്ള കോസ് എന്ന് പറയുന്നത്, ഈ സ്കിൻ എഫക്റ്റ് കാണിക്കുന്നതിനുള്ള കോസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് എഡി കറന്റ്സ് ഒപ്പോസ് സെന്റർ കറണ്ട് എന്നുള്ളതാണ്. ലെൻസസ് ലോ അനുസരിച്ച് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇൻഡ്യൂസ് എഡി കറന്റ്സ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒറിജിനൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും ബൈ ലെൻസസ് ലോ. ആ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് സെന്ററിൽ സ്ട്രോങ്ങർ ആയതുകൊണ്ടാണ്
നമ്മുടെ കറണ്ട് AC കറണ്ട് കോൺസെൻട്രേറ്റഡ് നിയർ കണ്ടക്ടർ സർഫസ് ആവുന്നത്. ഓക്കെ, അതിന്റെ കേസിൽ സ്കിൻ ഡെപ്ത് കാണുന്നതിനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മ. അതിൽ ഓരോ ടേംസ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് സ്കിൻ ഡെപ്ത് ആണ്, ഇൻ മീറ്റർ ആണ്, യൂണിറ്റ്സ് നോക്കി വെക്കുക കൈയോടെ. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ഒമേഗ ആണ് ഇവിടെ അതിന്റെ യൂസ് വരുന്നത്. ഒമേഗ ഈക്വൽ ടു എന്തായിരിക്കും 2πf ആയിരിക്കും, ഇത് ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ദെൻ പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് മ്യൂ. സിഗ്മ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, സീമൻസ് പെർ മീറ്റർ, ഇത് ഹെൻറി പെർ മീറ്ററിലാണ്. ഓക്കെ, ഈ സ്കിൻ ഡെപ്തിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സ്കിൻ എഫക്റ്റ് കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡെൽറ്റയുടെ വാല്യൂ കുറവാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് സ്കിൻ ഇഫക്റ്റ് ഈസ് മോർ. സ്കിൻ എഫക്റ്റ് കൂടുതലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് സ്കിൻ എഫക്റ്റ് ഈസ് ലെസ്. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ ഇസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മ എന്നായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഒമേഗ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഒമേഗ ഇൻക്രീസ് ചെയ്താൽ ഡെൽറ്റ ഡിക്രീസ് ചെയ്യും. ഡെൽറ്റ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്കിൻ എഫക്റ്റ് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ, നമ്മൾ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റും കൂടും. അതുപോലെ തന്നെ ഓർത്ത് വെക്കുക, പെർമിയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് കൂടുകയാണ് ചെയ്യുക. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്കിൻ എഫക്റ്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റിഡക്ഷൻ മെത്തേഡ്സ് ആണ്. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നാണ്. സ്ട്രാൻഡഡോ ഹോളോ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ സ്മോളർ ഡയമീറ്റർ വരുന്ന വയേഴ്സ് യൂസ് ചെയ്യുക. കാരണം ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് കൂടുതലാണ് നമ്മൾ ഈ പോയിന്റിൽ പഠിച്ചു. അപ്പോൾ സ്മോളർ ഡയമീറ്റർ വയേഴ്സ് പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ ലോ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്കിൻ എഫക്റ്റിനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നമ്മുടെ സിലബസ് വൈസ് ഉള്ള ടോപ്പിക്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പർപ്പസ്? ഇലക്ട്രിക്കലി ഐസൊലേറ്റ് കണ്ടക്ടേഴ്സ് ഫ്രം ടവേഴ്സ് ചെയ്യുന്നതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സിന്റെ റിക്വയർമെന്റ്സ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, ആൻഡ് ഹൈ വെതർ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉണ്ട്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉണ്ട്, സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉണ്ട്, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ ഉണ്ട്, ആൻഡ് ദർ ഇസ് പോസ്റ്റ് ഇൻസുലേറ്റർ ഓൾസോ. അതിൽ പിൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ അപ് ടു 33 kV ആണ് യൂസ് ചെയ്യുന്നത്. എബോവ് 33 kV നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ ടൈപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ടൈപ്പിനാണ് എത്ര കിലോ വോൾട്ട് മുതലുള്ളതാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഡെഡ് എൻഡ്സോ അല്ലെങ്കിൽ ഷാർപ്പ് ടേൺസോ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഷാക്കിൾ ഇൻസുലേറ്റർ ആണെങ്കിൽ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ടെലിഫോണിക് ലൈൻസിനാണ് നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് ആണ്, അത് സബ്സ്റ്റേഷൻസിലും ഹൈ വോൾട്ടേജ് എക്യുപ്മെന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രിങ് എഫിഷ്യൻസി ആണ്. ട്രാൻസ്മിഷൻ ലൈനിന്റെ സ്ട്രിങ് എഫിഷ്യൻസി. സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വരാൻ കാരണം എന്ന് പറയുന്നത് അൺഈക്വൽ വോൾട്ടേജ് അക്രോസ് ഡിസ്ക്സ് കാരണമാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് ഹയസ്റ്റ് ബോട്ടം ആയിരിക്കും ഈ വോൾട്ടേജ് അക്രോസ് ഡിസ്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് അക്രോസ് സ്ട്രിങ് ഡിവൈഡഡ് ബൈ എത്ര ഡിസ്ക് ഉണ്ട്? n ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ലോവസ്റ്റ് ഡിസ്ക് ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുന്നതായിരിക്കും പെർസെൻറ്റേജിൽ നമ്മൾ വാല്യൂ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അതിന്റെ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സ് വരുന്നത് ഗ്രേഡഡ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ കപ്പാസിറ്റർ ഗ്രേഡിങ് ചെയ്യുക, ആൻഡ് സ്റ്റാറ്റിക് ഷീൽഡിങ് ആൻഡ് ഓൾസോ ലോങ്ങർ ക്രോസ് ആം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ് എഫിഷ്യൻസിയിൽ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സിന്റെ നെയിംസും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് വരുന്നത് കൊറോണ എഫക്റ്റ് ആണ്. കൊറോണ എഫക്റ്റ് എന്ന് പറയുന്നത് അയണൈസേഷൻ ഓഫ് എയർ അറൌണ്ട് ഹൈ വോൾട്ടേജ് കണ്ടക്ടേഴ്സ് കാരണമാണ് ഉണ്ടാവുന്നത്. ഹൈ വോൾട്ടേജ് കണ്ടക്ടേഴ്സിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുള്ള അതിന് ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്യുന്നത് വഴിയാണ് കൊറോണ എഫക്റ്റ് ഉണ്ടാവുന്നത്. അതൊരു ബ്ലൂയിഷ് ഗ്ലോ ആയിട്ടാണ്, ഏതാ കളർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, ബ്ലൂയിഷ് ഗ്ലോ ആയിട്ടാണ് വരുന്നത്. ഹിസ്സിങ് നോയ്സ് ഉണ്ടായിരിക്കും, ഓസോണിന്റെ സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതിന്റെ കണ്ടീഷൻസ് ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞ പോയിന്റിൽ തന്നെ ഒന്നുണ്ട്, എന്താണ്? ഹൈ വോൾട്ടേജ്. ഈ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജിനേക്കാൾ കൂടുതലാവുന്ന കണ്ടീഷനിലാണ് കൊറോണ എഫക്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്മോൾ സ്പേസിങ്, റഫ് സർഫസ്, മോയ്സ്റ്റ് എയർ, ഇതൊക്കെ കാരണം കൊറോണ ഉണ്ടാവാം. നമുക്ക് കൊറോണ എഫക്റ്റിന്റെ മെയിൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സർജ് ഓവർ വോൾട്ടേജസിനെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ്. ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ പവർ ലോസ്, റേഡിയോ ഇന്റർഫറൻസ്, ഓഡിബിൾ നോയ്സ്, അതുപോലെ തന്നെ കണ്ടക്ടർ കൊറോഷൻ ഡ്യൂ ടു ഓസോൺ ഫോർമേഷൻ, കണ്ടക്ടർ കൊറോഷൻ കൂടെ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു ഹൈ വോൾട്ടേജ്, ആ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് ആണെങ്കിലാണ് എന്തുണ്ടാവുന്നത്? കൊറോണ ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്? VD എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണൈസേഷൻ ബിഗിൻ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഗ്ലോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതേസമയം വിഷ്വൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഗ്ലോയും ഉണ്ടാവും, നോയ്സും ഉണ്ടാവും, ഹിസ്സിങ് നോയ്സും ഉണ്ടാവും, ആൻഡ് ബ്ലൂയിഷ് ഗ്ലോയും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, വിഷ്വൽ വോൾട്ടേജ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കൊറോണ ലോസ് സിഗ്നിഫിക്കന്റ് ആവുന്നത് ആഫ്റ്റർ വിഷ്വൽ വോൾട്ടേജ് ആയിരിക്കും എന്നുള്ള പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കാം. ഇനി കൊറോണ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്? യൂസ് തിക്കർ ഓർ സ്മൂത്തർ കണ്ടക്ടേഴ്സ്, റഫ് സർഫസ് അല്ലാത്ത സ്മൂത്ത് സർഫസ് ഉള്ള കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഇൻക്രീസ് സ്പേസിങ്, പിന്നെ ഇംപ്രൂവ് സർഫസ് ഫിനിഷ്. ഇതൊക്കെയാണ് കൊറോണ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിൻ എഫക്ട് ഇൻ AC ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്? നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്കറിയാം, ഡയമീറ്റർ ഓഫ് വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ഓഫ് വയറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കമ്പോണൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ D 1, 2, 3 and 4. അപ്പൊ സ്കിൻ എഫക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ പഠിച്ച ആ സ്കിൻ ഡെപ്തിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. √2 ഡിവൈഡഡ് ബൈ mu sigma omega. ഓക്കെ, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ വരെ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ഇൻസുലേറ്റർ ഇൻ എ സ്ട്രിങ് ഈസ് ഈക്വൽ, വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിസ്ക് ഇൻസുലേറ്റർ V എന്ന് പറയുന്നതായിട്ട് നമുക്ക് എടുക്കാം. അതെല്ലാത്തിനും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഡിസ്കിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഈക്വൽ ആണ്, അത് ഈക്വൽ ടു V ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ സ്ട്രിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? സ്ട്രിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് n ടൈംസ് വി ചെയ്തായിരിക്കില്ലേ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു നമ്പർ ഓഫ് ഡിസ്ക്സ് ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ലോവസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? വി തന്നെയാണ്. അപ്പൊ എൻ വി ഡിവൈഡഡ് ബൈ എൻ വി വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലെ? ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി 1. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് 4 യൂണിറ്റ്സ് ഓഫ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ്. n ഇസ് ഈക്വൽ ടു 4 ആണെന്ന് തന്നിട്ടുണ്ട്. The voltage across bottommost unit is 45% of total voltage. അപ്പൊ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V എന്ന് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ലോവസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം നമുക്ക്. 45% ഓഫ് ഇത് ചെയ്തതാണ്, V ചെയ്തതാണ് അല്ലെ. 0.45 V എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ സ്ട്രിംഗ് എഫിഷ്യൻസി എന്തായിരിക്കുന്നതാണ്? സ്ട്രിംഗ് എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു, ഇവിടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വരും? വി ഡിവൈഡഡ് ബൈ n ഈസ് ഗിവൺ ആസ് 4 ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ലോവസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഡിസ്കിന്റെ അക്രോസ് അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 0.45 V ആണ് തന്നിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയും വിയും ക്യാൻസൽ ആവും. 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.45 വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 55.55% ആണ്. അത് ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഡി 55.55%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Corona loss can be reduced by the use of hollow conductors. നമ്മൾ കൊറോണ ലോസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഹോളോ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊറോണ ലോസ് കുറയ്ക്കാൻ പറ്റും. അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. എഡി കറണ്ട് ഇൻ കണ്ടക്ടർ എലിമിനേറ്റഡ് ആവുകയില്ല. ബെറ്റർ വെന്റിലേഷൻ ഇൻ കണ്ടക്ടർ അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോളോ കണ്ടക്ടേഴ്സ്? അല്ലല്ലോ. അത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യെങ്കിലും കൊറോണ ആയിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇവിടെ വരുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഫോർ എ ഗിവൺ ക്രോസ് സെക്ഷൻ ദ റേഡിയസ് ഓഫ് കണ്ടക്ടർ ഇസ് ഇൻക്രീസ്ഡ്. റേഡിയസ് ഓഫ് കണ്ടക്ടർ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് എന്ത്? ഹോളോ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൊറോണ ലോസ് കുറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The skin effect of a conductor reduces with increase in. എന്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സ്കിൻ എഫക്റ്റ് ഡിക്രീസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സപ്ലൈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെൽറ്റ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, വിച്ച് ഇംപ്ലൈസ് സ്കിൻ എഫക്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ സ്കിൻ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻ ശരിയാണോ? അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? സ്കിൻ ഡെപ്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും ലാർജർ ഏരിയ ആവുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലാവാനാണ് ചാൻസ് അല്ലെ. അപ്പോ ഇവിടെയും സ്കിൻ എഫക്റ്റ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ വരുന്നത് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. നമ്മുടെ സ്കിൻ ഡെപ്തിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് പറയുന്നത്. √2 ഡിവൈഡഡ് ബൈ മ്യൂ സിഗ്മ ഒമേഗ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെയുള്ളത് എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ. കണ്ടക്ടർ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റിവിറ്റി ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇംപ്ലൈസ് കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. കണ്ടക്ടിവിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡെൽ
വാല്യൂ ഇൻക്രീസ് ചെയ്യും, വിച്ച് ഇംപ്ലൈസ് സ്കിൻ എഫക്റ്റ് റെഡ്യൂസസ്. ഇവിടത്തെ ഓപ്ഷൻ സെയും സിയും ഡിയും റോങ് ആണ്. കാരണം സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്കിൻ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഇസ് ചേഞ്ച്ഡ് ഫ്രം 50 ഹെർട്സ് ടു 100 ഹെർട്സ്, സ്ട്രിങ് എഫിഷ്യൻസിയിൽ നമ്മൾ വോൾട്ടേജിനെ മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്പർ ഓഫ് ഡിസ്കും ലോവസ്റ്റ് ഡിസ്കിന്റെ അവിടെയുള്ള വോൾട്ടേജ് അതുപോലെ ടോട്ടൽ വോൾട്ടേജ് ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീക്വൻസി ആയിട്ട് ഇതിന് ഡയറക്ട്ലി യാതൊരു റിലേഷനും ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവും? ഫ്രീക്വൻസിക്ക് ചേഞ്ച് വന്നാലും സ്ട്രിങ് എഫിഷ്യൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓപ്ഷൻ എ. Next question, from the given list, find the insulator used for distribution lines up to 33 kV. 33 kV വരെയുള്ളതിന് പിൻ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്ന നമുക്കറിയാം. അതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസുലേറ്റർ ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്, 1 and 4. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ഓൺലി 1 and 4. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് റേറ്റിംഗ് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഴ്സ് ഓഫ് കറണ്ട് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. നോ ലോഡ് കണ്ടീഷനിൽ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ കറണ്ട് വരുന്നതിനുള്ള കാരണം എന്ത് കാരണമാണ്? കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ കാരണമാണ് ചാർജിങ് കറണ്ട് ഉണ്ടാവുന്നത്. ഈ ചാർജിങ് കറണ്ട് ഉണ്ടായി റിസീവിങ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാൾ ഇൻക്രീസ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫെറാൻറ്റി എഫക്റ്റ്. അപ്പൊ ഇവിടെ ഫെറാൻറ്റി എഫക്റ്റിന്റെ കോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ. ഗ്രൗണ്ടിന് ഇടയ്ക്കുള്ളതും അതുപോലെ ഇൻ ബിറ്റ്വീൻ ലൈൻസും ഉള്ള കപ്പാസിറ്റൻസ് കാരണമാണ് ഫെറാൻറ്റി എഫക്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്യുപ്മെന്റ് ഓർ element which can reduce Ferranti effect. Ferranti effect കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷണ്ട് റിയാക്ടേഴ്സ് യൂസ് ചെയ്യുക, അതായത് കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി. റിലേയും സർക്യൂട്ട് ബ്രേക്കറും ഒന്നുമല്ല, റെസിസ്റ്ററും അല്ല. ആൻസർ വരുന്നത് എന്താണ്? കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ഷണ്ട് റിയാക്ടേഴ്സ് എന്നാണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one among the following phenomena does not take place in high voltage transmission line? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ഫെറാൻറ്റി എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ, ഹൈ വോൾട്ടേജ് AC ട്രാൻസ്മിഷൻ ലൈനിൽ ഫെറാൻറ്റി എഫക്റ്റ് സംഭവിക്കുന്നുണ്ട് അണ്ടർ ലോഡ്, നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻ. അപ്പൊ ഫെറാൻറ്റി എഫക്റ്റ് അല്ല അത്. പിന്നെ അടുത്തത് സ്കിൻ എഫക്റ്റ്. സ്കിൻ എഫക്റ്റും സംഭവിക്കുന്നത് എന്തിന്റെ കേസിൽ തന്നെയാണ്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിൽ തന്നെയാണ് സ്കിൻ എഫക്റ്റും സംഭവിക്കുന്നത്. അതുപോലെ കൊറോണ സംഭവിക്കുന്നതും ഹൈ വോൾട്ടേജ് AC ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിൽ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? നൺ ഓഫ് ദിസ്. ഇതിലൊന്നും ഹൈ വോൾട്ടേജ് AC ട്രാൻസ്മിഷനിൽ നടക്കാത്തതായിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an AC transmission system, the receiving end voltage is found to be more than sending end voltage. എന്താണ് ഈ ഫിനോമിനെ വിളിക്കുന്നത്? ഫെറാൻറ്റി എഫക്റ്റ്. ഓപ്ഷൻ ബി. ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 33 kV system has string insulator having 3 discs. നമ്പർ ഓഫ് ഡിസ്ക്സ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. And the earth to disk capacitance ratio K is equal to 0.10. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് എഫിഷ്യൻസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ ഓർത്ത് വെക്കാൻ വേണ്ടി K ഈക്വൽ ടു 0.1ഉം 0.2ഉം 0.3ഉം വരുന്ന സമയത്ത് നമ്പർ ഓഫ് ഡിസ്ക്സ് എന്ന് പറയുന്നത് മാറുന്നതിനനുസരിച്ച് വരുന്ന എഫിഷ്യൻസി നമ്മൾ പഠിച്ചു വെക്കുക. 90% ആണ് ഇവിടെ വരിക. അതിനേക്കാളും കുറവ് ഒരു 83% ആവും. ഇവിടെ ഒരു 77% ആവും. ഇവിടെ 89% ആവും. 3 ഡിസ്ക് ആകുമ്പോൾ ഇവിടെ 80% ആണ്
74% ആണ്. മൊത്തം വാല്യൂ പഠിച്ചു വെക്കാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ ഒരു റിലേഷൻ, അതായത് ഇങ്ങോട്ട് വരും തോറും ഡിസ്കുകളുടെ നമ്പർ കൂടുന്തോറും ഇതിന്റെ എന്ത് കുറയാണ്, സ്ട്രിങ് എഫിഷ്യൻസി കുറയാണെന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ടേബിള് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് റെഫർ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് 0.1 ആണ് തന്നിട്ടുള്ളത്, എന്ത് കെന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ഡിസ്ക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഡിസ്ക്സിന് വരുന്നത് ഏതാണ്, 89%. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി 89%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ ഗ്ലോ ഒക്കേഴ്സ്. കൊറോണ ഗ്ലോ ഒക്കർ ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്, വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് ആണ് അല്ലെ. വിഷ്വൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജിൽ അയണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഗ്ലോ ഒന്നും കാണാൻ പറ്റില്ല, അതുപോലെ സൗണ്ടും ഉണ്ടാവില്ല, നോയ്സും ഉണ്ടാവില്ല. പക്ഷെ വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ഒരു ബ്ലൂയിഷ് ഗ്ലോയും വരും, അതുപോലെ ഹിസ്സിങ് സൗണ്ടും വരും, അതുപോലെ ഓസോണിന്റെ ഓർഡർ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് കൊറോണ എഫക്ട് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ദാറ്റ്. ഓസോൺ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഓസോൺ ഉണ്ടാക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോ ഓപ്ഷൻ ബി അല്ല. ഓവറോൾ എഫിഷ്യൻസി ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുന്നത്, അല്ല. പവർ ലോസ് വരുന്ന കാരണം ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്തത്, മേക്ക് ലൈൻ കറണ്ട് നോൺ സിനുസോയിഡൽ. അല്ല, കൊറോണ ഇഫക്റ്റ് കാരണം അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ് വർക്ക്സ് ആസ് എ സേഫ്റ്റി വാൾവ് ഫോർ ഇലക്ട്രിക്കൽ സർജസ് ആണ് കൊറോണയുടെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് എ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. സ്ട്രിങ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ്, യൂസിങ് ലോങ്ങർ ക്രോസ് ആംസും അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഗാർഡ് റിങ്സും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിൻ എഫക്ട് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് എന്ന് പറയുന്നത് ശരിയല്ലേ? യെസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. സ്കിൻ എഫക്റ്റ് സ്കിൻ ഡെപ്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്കിൻ എഫക്റ്റും ആയിട്ട് ഡയറക്ട്ലി ആണ് പ്രൊപ്പോർഷണൽ. അപ്പൊ ഇതല്ല. സ്കിൻ എഫക്റ്റ് ഈസ് മോർ ഇൻ സ്ട്രാൻഡഡ് കണ്ടീഷൻ, അല്ല. ലെസ് ഇൻ സോളിഡ് കണ്ടീഷൻ, അതും അല്ല. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ സോളിഡ് കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സിനേക്കാൾ സ്കിൻ എഫക്റ്റ് കൂടുതൽ. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്, എ ആണ്, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി റെപ്പിറ്റേഷൻ ആണ്. ഇതേപോലെ തന്നെ അപ് ടു 33 kV ഏത് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി വന്നതാണ്. സ്പിൻ ഇൻസുലേറ്ററും സ്ട്രെയിൻ ഇൻസുലേറ്റർ ആണ് ആൻസർ എന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷൻസിന്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരു ചേഞ്ചും ഇല്ല ക്വസ്റ്റ്യനിലും ഓപ്ഷൻസിലൊന്നും. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ സി, ഓൺലി 1 and 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫെറാൻഡി എഫക്ട് ഡിസ്ക്രൈബ്സ് a phenomenon in long overhead transmission lines. Correct ആണ്. When is the Faraday effect most likely to occur? എന്താണ്, ലൈറ്റ് ലോഡ് അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിലാണ് ഫെറാൻഡി എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ സി ആണ് വരിക, when line is lightly loaded or at no load. Next question, a power system experiences a corona loss of 1 kilowatt per kilometer per phase at frequency 50 Hz. ഇനി 50 Hz നമ്മൾ 100 Hz ആക്കി ഫ്രീക്വൻസി എങ്കിൽ
നമ്മുടെ കൊറോണ ലോസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കൊറോണ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു, കൊറോണ ലോസ് പി സി എന്ന് നമുക്ക് എഴുതാം, ഇസ് പ്രൊപ്പോർഷണൽ ടു എഫ് പ്ലസ് 25 എന്നുള്ള ഈ ഒരു റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പി സി 1 ഡിവൈഡഡ് ബൈ പി സി 2 ഇസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ നമുക്ക്, എഫ് വണ്ണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 50 plus 25 divided by 100 plus 25 എന്ന് വരും, which means 75 divided by 125. അങ്ങനെയാണെങ്കിൽ പി സി 2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പി സി 1 ഇൻറ്റു 125 ഡിവൈഡഡ് ബൈ 75 ചെയ്യുന്നതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 1.667 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ്. പി സി 1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, 1 കിലോവാട്ട് പെർ കിലോമീറ്റർ പെർ ഫേസ് നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റിയത്, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയത്. യൂണിറ്റ് എന്തായിരിക്കും? കിലോവാട്ട് പെർ കിലോമീറ്റർ പെർ ഫേസ് ആയിരിക്കും. ഓക്കെ, now the last question is, a string of 4 disc insulators has a string efficiency of 75%. String efficiency 75% ആണ് തന്നിട്ടുണ്ട്, which means eta is equal to 0.75 നമുക്ക് എഴുതാലോ. If C is the capacitance between metal parts of insulator and tower structure, then leakage current from bottom insulator pin to ground is ആണ് ചോദിച്ചിട്ടുള്ളത്. n നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? n നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡിസ്ക്സ് 4 ആണ്. ഈറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 0.75 ആണ്. റേറ്റഡ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഡിസ്ക് ഹാർഡ്വെയർ ആൻഡ് ടവർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്ട്രിങ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അനുസരിച്ച് ഈറ്റ വിൽ ബി ഈക്വൽ ടു, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, വി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? 4 ഇൻറ്റു ഇവിടെ എന്ത് വരും? V1 എത്ര വോൾട്ടേജ് നമുക്ക് അറിയില്ല, വിച്ച് ഈസ് ഈക്വൽ ടു 0.75 ആണ്, വിച്ച് മീൻസ് V1 is equal to V divided by 4 into 0.75 വരും, which is equal to V divided by 3. നമ്മളോട് ചോദിച്ചിട്ടുള്ള ലീക്കേജ് കറണ്ട് ഫ്രം ബോട്ടം ഇൻസുലേറ്റർ പിൻ ടു ഗ്രൗണ്ട് ആണ്, which means I is equal to V1 into omega C വരും, which is equal to V omega C divided by 3. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി. ക്ലാസ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.